വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ഒരു മലപ്പുറം ടീമിനെ തന്നെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മലപ്പുറംകാരാണ് ഇവരെ സ്വാഗതം ചെയ്യാം സന്തോഷപൂർവ്വം. ഹലോ, പറയൂ, പേര് പറയൂ. ഹംസപ്പ മലപ്പുറം. ഇതിനാ ഇത് ചോദിക്കുന്നല്ലേ, എല്ലാവർക്കും അറിയാം, എന്നാലും പറയട്ടെ അല്ലെ, കേട്ടെ. ഫാറൂഖ് മലപ്പുറം. മുനീർ മലപ്പുറം. ഈ മലപ്പുറം അങ്ങ് എടുത്തതാ, എടുക്കുക. എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി മലപ്പുറത്തെ? ഒരു 10 കൊല്ലായില്ലേ? ഞാൻ 3 നിങ്ങൾ ഇവിടുത്തെ യങ് സ്റ്റുഡന്റ് അല്ലേ? പ്രായം കൊണ്ട് വേലയാണെങ്കിലും ലാലാന്റെ ഗ്യാപ്പിൽ കയറിയതാ. സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ കേട്ടോ. അതെ, ലാലക്ക് ഇപ്പൊ മേക്കപ്പ് ഇടണ, ഇയാൾക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് എപ്പോഴും ഒരു വാപ്പാന്റെ റോള് ഉണ്ടാവും ഞങ്ങളെ കൂട്ടത്തിൽ. ഞങ്ങളെ ഫാനാ. ഏറ്റവും ഫാൻസ് ആർക്കാ അതില്? അല്ലല്ല, ഹംസപ്പന്റെ മെയിന്. ഇവര് രണ്ടാളും നമ്മളെ ഗുരുനാഥന്മാരാ. അപ്പൊ അവർക്ക് തന്നെ ഫാൻസ് ഒക്കെ അല്ല. ഹംസപ്പ അങ്ങൊക്കെ ഫാന്. എനിക്കൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാം ഹംസപ്പ. ഹംസപ്പ കാണുന്നുണ്ട്, ഞാൻ വീഡിയോ ഇരുന്ന് കാണും. ഏറ്റവും രസം എന്താണെന്നറിയോ, ആ വർത്താനം. അല്ലെ, തുടക്കം മുതലേ ഹംസപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹംസപ്പക്കാരെ ഏറ്റവും കൂടുതൽ ഫോളോ. സത്യമായിട്ടും അല്ലേ? ഇത്രയും എന്തുകൊണ്ട് ലേറ്റ് ആയി? എവിടെയായിരുന്നു? അങ്ങനെ ഞാനേ കുടുംബം നോക്കുമ്പോണ്ടേ അങ്ങനെ അയാൾ ഗൾഫിലേന്ന്. അയാള് ലീവിന് വന്നിട്ട്, ലീവിനല്ല ഒക്കെ അല്ല, അവിടെ പിന്നെ കൊറോണ സമയമൊക്കെ അതിന് ശേഷം പിന്നെ ക്യാൻസർ ആക്കി പോകുന്നതിന് ശേഷമാണ് ഇവരപ്പം കൂടിയത്. അതെ, അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ, എനിക്ക് അഭിനയത്തിന്റെ ഒന്നും അറിയില്ല. അപ്പോഴാണ് ഫാറൂഖ് പറഞ്ഞു, മുനീറുബൊക്കെ പറഞ്ഞു നമുക്ക് ചെയ്തു നോക്കാം. അങ്ങനെ മലപ്പുറം കൂടിയതാണ്. അതാ എന്തായി പിന്നെ മുനീർക്ക, നിങ്ങൾ പറയും എന്തായി പിന്നെ? അല്ലേ, ഒരു സമയങ്ങളല്ലേ നിങ്ങൾ ശരിക്കും വിചാരിച്ചോ ഹംസപ്പ? പ്രായമൊക്കെ ആയി, ഗൾഫിലതൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുന്നു അല്ലേ? ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു സെലിബ്രിറ്റി ലൈഫ് ഉണ്ടാവും വിചാരിച്ചോ? ഒരിക്കലും എന്താ, 2 പെൺമക്കളാണ്. കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ടാളും ജോലിയുണ്ട്. ഒരാൾ ദുബൈയിലെ ജോലി. പോലെ ചെലവിൽ ഇങ്ങനെ ലൈഫാണ് ഇപ്പൊ, റിട്ടയർമെന്റ് ആണ്. അതിനിടയ്ക്ക് ഒരു എൻജോയ്മെന്റ് പിള്ളേരെ കൂടെ ചെയ്യാം. അല്ല, റാഹത്താണ് ഇപ്പൊ. ഫറൂഖ, നിങ്ങൾക്ക് എപ്പോൾ മുതൽ അത് ചെയ്യാം, ഇങ്ങനെ ഒരു സാധ്യത ഇതിലുണ്ടെന്ന് എപ്പോ മുതൽ തോന്നി? ഞങ്ങളെ വെറുതെ ഒരു എന്റർടൈൻമെന്റിന് തുടങ്ങിയതല്ലേ. ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടണു, അതേപോലെ ഇതിലും വെറുതെ ഓരോരോ വീഡിയോസ് ഞാനും മുനീറും ചെയ്ത്. മുനീറാണ് അത് ഇങ്ങനെ കാണിച്ചെന്ന്, ഒരു സാധനം വന്നിട്ടുണ്ട്. ഡബ് സ്മാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന സാധനമാണല്ലോ ടിക്ടോക്ക്. അപ്പൊ വെറുതെ ഇങ്ങനെ ചെയ്യല്ലാണ്ട് അങ്ങനെ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ ഭാവി ഉണ്ട് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് ഡെയിലി ഇങ്ങനെ ചെയ്യും, പിന്നെ നമുക്ക് അതൊരു ഹരായി. അപ്പൊ എന്താ, ഇതില് സെലിബ്രിറ്റികളൊക്കെ വരല് തുടങ്ങി. നമ്മൾ ഈ സിനിമയില് മാത്രല്ലേ സെലിബ്രിറ്റികളെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവര് മീറ്റപ്പ് വെക്കുന്നു, പക്ഷെ നമ്മളൊന്നും വിളിക്കൂലല്ലോ. കാരണം അവരത്രയും വലിയ എന്താ ഫോളോവേഴ്സ് ഇല്ലല്ലേ വിളിക്കുക. അപ്പൊ അതൊക്കെ കാണുമ്പോ അങ്ങനെ പൂതിയാവും. അപ്പൊ ഞങ്ങളിങ്ങനെ പിന്നെ ഓൺ വോയിസിക്ക് മാറി. ആദ്യം സിനിമ ഡയലോഗിനാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അതിലൊന്നും ലൈക്ക് കിട്ടിയില്ല. ഓൺ വോയിസിൽ മാറിയപ്പോ ആൾക്കാര് ഞങ്ങളെ ഈ ഭാഷ തെരഞ്ഞെടുത്തു. ഈ ഭാഷ അങ്ങനെ എല്ലാവർക്കും അറിയില്ല. ഇവിടെ മയിലും പന്നികളൊക്കെ ഉണ്ട്. അത് രാത്രിയോള് വരിക. ഇവിടെ മയിലും പന്നികളൊക്കെ ഉണ്ട്.